ഫ്രണ്ട്സ്, കേരള പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത്, അതോടൊപ്പം എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എലിജിബിലിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിയേണ്ട മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും നിങ്ങൾക്ക്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളെ കാണാം. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 30/4/2025 ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി 4/6 ജൂൺ 4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജൂൺ 4 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റോടെ കാണാം നിങ്ങൾക്ക് കേരള പോലീസ് സർവീസ്. ഇതിലേക്ക് നെയിം ഓഫ് ദ പോസ്റ്റോടെ കാണാം നിങ്ങൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID. ഇതിലേക്കുള്ള പേ സ്കെയിൽ എന്ന് പറയുന്നത് 31,100 മുതൽ 66,800 വരെയാണ്. ഇവിടെ നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, അതായത് പ്രതീക്ഷിത വാക്കൻസികളാണ്. അതായത് വാക്കൻസി നിലവിൽ എത്ര ഉണ്ടെന്ന് അവർ കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പം അത്യാവശ്യം വാക്കൻസി ഒക്കെ ഉണ്ടാകും, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരാം നമുക്ക്. അപ്പോൾ ഇവിടെ കാണാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. 18 to 36 ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് SC OBC ഒക്കെ ആണെങ്കിൽ റിസർവേഷനും ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അതായത് ജസ്റ്റ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിസിപ്ലിനാണ്. അപ്പോൾ ഡിഗ്രി ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡിഗ്രി അതല്ല +2 SSLC ഒന്നും ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ സ്കീം ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് ആ സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കേരള പോലീസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ആ പോസ്റ്റ് ഉണ്ട്, ഇവിടെ കാണാം ജോലി നേടാൻ SSLC അല്ലെങ്കിൽ +2 ഇനി ഒരു തടസ്സമല്ല എന്നുള്ളത്. ആ പോസ്റ്റ് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കാണിക്കാം. അത് കാണാൻ നിങ്ങൾക്ക് ജോലി നേടാൻ നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ +2 ഇനി ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം. ഇനി SSLC +2 മാത്രമല്ല ഗ്രാജുവേഷനും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലളിതമായിട്ടുള്ള സിലബസ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ നമുക്ക് SSLC അല്ലെങ്കിൽ +2 ഒക്കെ നമ്മൾ ഫെയിൽ ആയവരായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ എക്സാം എഴുതാത്തവരായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സിലബസോ കാര്യങ്ങളോ ഒന്നല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസാണ് ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് എക്സാമും എഴുതാം. അതുപോലെ ജോലിയും തുടർ പഠനവും, നിങ്ങൾക്ക് ജോലിക്ക് വേണം ജോലിക്ക് പോകാം. ഇത് വെച്ച് കഴിഞ്ഞാൽ തുടർ പഠനം ഡിഗ്രി എടുക്കണമെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കണം, അങ്ങനെ ചെയ്യാം. അതിനൊക്കെ അംഗീകൃതമായ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. പ്രായപരിധി ഇതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഏജ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതി നിങ്ങൾക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി എംബസി അറ്റസ്റ്റേഷൻ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പർ 7306219188 എന്ന് പറയുന്നത് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്താൽ മതി. എജുവല്ലാണ് ഈ പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം SSLC +2 എന്ന് പറയുന്ന ഈ പോസ്റ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു PDF ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ കാണാം. ആ PDF ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് ആ PDF. ഈ PDFിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വീട്ടിൽ ഇരുന്ന് കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ പഠനം നിങ്ങൾക്ക് പൂർത്തിയാക്കാം. ഇതൊരു ലിങ്കാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് അവരെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. വെറും 6 മാസം കൊണ്ടാണ് നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ +2 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. 6 മാസം മതി. നമ്മൾ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സാമിനേഷൻ സെൻറ്ററുകൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 10th കഴിഞ്ഞവർക്ക് +1 പഠിക്കാതെ തന്നെ +2 പഠിക്കാനുള്ള സ്കീമുണ്ട്. ഇതിൽ ലളിതമായിട്ടുള്ള സിലബസ്, കുറഞ്ഞ ഫീസായിരിക്കും. തുടർ പഠന സാധ്യമായുള്ള കേരള PSC UPSC UGC അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഫീസ് തവണകളായി അടയ്ക്കാവുന്ന സ്കീമുണ്ട്. ഏജ് ലിമിറ്റ് ഇല്ല. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BBA BCA BSc തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് MA MCom MBA MSc കോഴ്സുകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ +2 അല്ലെങ്കിൽ SSLCൻ്റെ സ്കീം നമ്മൾ ഉദ്ദേശിച്ചാണെങ്കിൽ അതിൻ്റെ പുതിയ അഡ്മിഷൻ നമ്മൾ ഇതുവരെ +2 അല്ലെങ്കിൽ SSLC പഠിക്കാത്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. ആ ഒരു കോഴ്സുകൾ ചെയ്യാം. അതുപോലെ മുമ്പ് പരാജയപ്പെട്ടവർ എഴുതിയിട്ട് പരാജയപ്പെട്ടവർ അങ്ങനെ ചെയ്യാം. ഇനി മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടവർ ചെയ്യാം. ഇനി +2 മറ്റേതെങ്കിലും വിഷയത്തിൽ പഠിച്ചവർക്ക് വേറെ സ്ട്രീം പഠിക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് BA BCom MA MCom MBA MSc തുടങ്ങിയ കോഴ്സുകളും PG കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളൊക്കെ ഇതുപോലെ ചെയ്യാനുള്ള സ്കീമാണ്. അപ്പോൾ ഇവിടെ ഇത് ഡയറക്റ്റ് ലിങ്കാണ്. നിങ്ങൾക്ക് ഈ PDF ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഗ്രാജുവേഷനൊക്കെ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവേഷൻ ഈ രീതിയിലൂടെ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി +2 ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തുടർ പഠനം അതിലൂടെ പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ മോഡ് ഓഫ് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 4/6/2025 അപ്പോൾ ഇതിലേക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന നമ്മുടെ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സെയിം പോസ്റ്റിൽ തന്നെ താഴെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ
കേരള PSCൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലേക്കാണ് പോവുക. ഇതിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ഇതാ ഈ ഒരു കാറ്റഗറി അടിച്ചു കൊടുത്താൽ മതിയിട്ട്. നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. കാറ്റഗറി നമ്പർ വളരെ എളുപ്പത്തിൽ എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ കാറ്റഗറി 17/2025 എന്നുള്ള സെർച്ചിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ടാകും. അതിലെ സെർച്ചിൽ നിങ്ങൾ അടിച്ചെടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ടീമിനെ കോൺടാക്ട് ചെയ്യാം, ഡാറ്റ എൻട്രി ടീമിനെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള ലിങ്കാണ് ഇവിടെ. അപ്പോൾ നമ്മൾ PSC വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. PSC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അത്യാവശ്യം നല്ല പോസ്റ്റാണ്. അപ്പം അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല പേ സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം SLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.